വിഷാസ് ഡ്രീംസ്. ഇന്ന് നല്ല സന്തോഷത്തിലാണ് ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ പെട്ടിയൊക്കെ പാക്ക് ചെയ്യുകയാണ് കേട്ടോ. എന്തിനാണെന്നല്ലേ, പൊങ്കാല ഇടാൻ പോവാണ് ട്രിവാൻഡ്രത്ത്. അതും ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട്. ഒത്തിരി പേർക്ക് അറിയാമായിരിക്കുമല്ലേ ആറ്റുകാൽ പൊങ്കാലയെ പറ്റി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ, ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പൊങ്കാല ഇടുന്ന വീഡിയോസൊക്കെ കാണാറുണ്ടല്ലോ. പൊങ്കാല ഇടാറുണ്ട്, അത് ഞാൻ എൻ്റെ ഫ്ലാറ്റിൽ, ഞാൻ ഷാർജയിൽ വെച്ചിട്ടൊക്കെ പൊങ്കാല സമയത്ത് ആ ടൈം കൃത്യമായിട്ട് ഇങ്ങനെ ടി വിയിൽ കണ്ടൊക്കെ പൊങ്കാല ഇടുമായിരുന്നു. ഇപ്പോഴും ഞാൻ ഇവിടെ ഫ്ലാറ്റിൽ പൊങ്കാല ഇട്ടിട്ടുണ്ട്. അതല്ലാതെ ഒരു പ്രാവശ്യം ട്രിവാൻഡ്രത്ത് പോയി, അത് പൊങ്കാലയുടെ സമയത്തൊന്നും അല്ല, അരങ്ങേറ്റത്തിൻ്റെ തൊട്ട് മുമ്പ് നന്ദുവിന് വേണ്ടി ഞാനൊന്ന് പൊങ്കാല ഇട്ടായിരുന്നു. പക്ഷെ ആദ്യമായിട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് പോയി പൊങ്കാല ഇടുകയാണ്. അപ്പം 5 ദിവസത്തെ വ്രതമാണ് നോക്കിയത്. എന്നും രാവിലെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ്, വിളക്കും കത്തിച്ചിട്ടാണ് കാപ്പി എല്ലാം ചെയ്യുന്നത്, കിച്ചണിലോട്ട് കയറുന്നതും എല്ലാം. അപ്പം ഇന്ന് ഞാൻ കുളിക്കുന്നതിന് മുമ്പ് എൻ്റെ തലയിൽ യൂസ് ചെയ്യുന്ന ഒരു എണ്ണ കാണിക്കാൻ വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, എനിക്ക് കുറച്ച് നാളായിട്ട് നല്ല ഹെയർ ഫോൾ ഉണ്ട്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, എൻ്റെ മുടി നന്നായിട്ട് പൊഴിയാറുണ്ട്. ഇത് സിസയുടെ ആയുർവേദിക് റീഫേസ് ഹെയർ ഓയിലാണ്. എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത് കേട്ടോ. പുള്ളിക്കാരിക്ക് നല്ല ചേഞ്ച് ഉണ്ടെന്നോ, നമ്മളിങ്ങനെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ ഇഷ്ടമാണല്ലോ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തതാണ്. പക്ഷേ എനിക്കൊരു 2 ആഴ്ച യൂസ് ചെയ്ത് നോക്കിയപ്പം കുഴപ്പമില്ല എന്ന് തോന്നിയ ഒരു ഓയിലാണ്. പിന്നെ എനിക്കത് ഇഷ്ടപ്പെടാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ, ഇത് 30 വർഷമായിട്ടുള്ളൊരു ബ്രാൻഡാണ് കേട്ടോ. ഇതങ്ങനെ നോർമൽ ഒരു കോസ്മെറ്റിക് ഓയിലല്ല, ഒരു മെഡിസിനൽ ഓയിലാണ്. വെച്ചാൽ കംപ്ലീറ്റ്ലി ആയുർവേദിക് ആയിട്ടുള്ള ഒരു മെഡിസിനൽ ഓയിലാണ് ശരിക്കും. ഇത് ഷീർ പാക്ക് വിധി വെച്ചിട്ട് ഉണ്ടാക്കിയിട്ട് 26 മെഡിസിനൽ ഓയിലും 6 എസൻഷ്യൽ ഓയിലും ചേർത്തിട്ട് മുടി പൊഴിച്ചിലുള്ള ഒരു പവർ പാക്ഡ് ഓയിലായിട്ടാണ് പറയപ്പെടുന്നത്. ഇതെന്ന് പറയുന്ന ഒരു 2 സ്റ്റെപ്പ് കിറ്റാണ്. നമുക്ക് സാധാരണ എണ്ണ തേക്കുമ്പോൾ നമ്മുടെ ആ മർമ്മ പോയിന്റ്സ് ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇതിനകത്താണെങ്കിൽ ഈ ഒരു ഉദ്വർത്തന ഉപകരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഹെയർ മസാജർ ഉണ്ട്. അപ്പം ഈ സാധനം വെച്ചിട്ട് ഞാനിപ്പം അപ്ലൈ ചെയ്യുന്ന കണ്ടില്ല. അപ്പം നമുക്ക് നല്ല ഒരു മസാജർ പോലെ ആ എണ്ണ തലയിൽ ഒഴിച്ചിട്ട് ഈസി ആയിട്ട് കണ്ടില്ല. ഇതൊരു സിലിക്കോൺ പോലത്തെ ഒരു സാധനമാണ്. അപ്പം ശരിക്കും ക്ലിനിക്കലി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ഈ ഓയിൽ വെച്ചിട്ട്, ഈ മസാജർ വെച്ചിട്ടും നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് ഒക്കെ റിവൈവ് ചെയ്ത് മുടി കൊഴിച്ചിൽ കുറച്ചിട്ട് ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും. ഒരു 95% വരെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്ത് നീളമുള്ള മുടി വരും എന്നാണ്. ഏതായാലും ബാക്കി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കെമിക്കൽ ബേസ്ഡ് ഓയിലിനേക്കാളും എന്തുകൊണ്ടും സേഫായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്ന ഒരു ഓയിലാണ് ഇതെന്ന് എനിക്ക് ഒരു 100% ഉറപ്പാണ്. പിന്നെ ഒരു മിനിമം 4 months എങ്കിലും യൂസ് ചെയ്താലേ അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങുമെന്നാണ് പറയുന്നത്. ഈ ഓയിലിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത് ആംല, ജഗ്മാനസി, ഭൃംഗരാജ്, ഷിക്കാക്കായി ഒക്കെയാണ് കേട്ടോ. ഈ ഹെർബ്സ് എല്ലാം കൂടെയാണ് നമ്മുടെ ഹെയറിനെ റൂട്ടിൽ നിന്ന് തന്നെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം കുറച്ച് നാൾ, ഒരു 2 ആഴ്ചയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ ചേഞ്ച്, കാരണം മുടി പൊഴിച്ചിലൊക്കെ കുറഞ്ഞു തുടങ്ങും. അതാണല്ലോ നമുക്ക് ആദ്യത്തെ ചേഞ്ച്. അല്ലെങ്കിൽ വീട് മുഴുവൻ മുടിയാണ്, അതിൽ നിന്ന് ഒരു ചെറിയ ചേഞ്ചൊക്കെ വന്നു തുടങ്ങും. പിന്നെ സാധാരണ പോലെയല്ല, ഞാൻ ഇപ്പം ഈ മെൻഷൻ ചെയ്ത ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ ഉണ്ടെന്നുള്ളത് ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് കേട്ടോ. അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഞാനിവിടെ കൊടുക്കാം. അത് ക്ലെയിംസിൽ നിന്നാണ് ടെസ്റ്റ് ചെയ്തിരിക്കുക. ഇതാണ് ആ ക്ലെയിംസ് സർട്ടിഫിക്കറ്റ്. അപ്പം അത്രയും ട്രസ്റ്റ് വർത്തി ബ്രാൻഡാണെന്ന് മനസ്സിലായല്ലോ. അപ്പം എന്നെപ്പോലെ ഹെയർ ഫോൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ സിസ റീഫ്രൈസ് ഹെയർ ഓയിൽ ട്രൈ ചെയ്യാവുന്നതാണ്. എൻ്റെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് 15% ഡിസ്കൗണ്ടും ഉണ്ടാവും കേട്ടോ. ഡീറ്റെയിൽസും ലിങ്കും ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും. അങ്ങനെ ഞാനും മുരളിയേട്ടനും ചേച്ചിയും കൂടെ ട്രിവാൻഡ്രത്തെത്തി. ട്രിവാൻഡ്രം ആ ഒരു സിറ്റി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ വഴിയിലെല്ലാം പൊങ്കാല കലമാണ്. ആ പൊങ്കാലത്തിൻ്റെ ആ ഒരു സെലിബ്രേഷനാണ്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് കലം മേടിച്ചുകൊണ്ട് പോകാമെന്ന് തീരുമാനിച്ചിട്ടാണ് പോയത്. അപ്പം കലം വിൽപ്പന ചേട്ടൻ വെള്ളമൊക്കെ ഒഴിച്ച് കാണിച്ചു കേട്ടോ. അതാണ്ട് ഇതൊക്കെ ഞാനിങ്ങനെ ബിഗ് ഷോപ്പർ, ഞങ്ങൾ ഇവിടുന്ന് കാക്കനാട് നിന്ന് ഞാനും ചേച്ചിയും കൂടെ തലേദിവസം ഷോപ്പിങ്ങിന് പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയൊക്കെ വിളിച്ച് അന്ന് ചെന്ന ദിവസം തന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് ഈ സാധനങ്ങളെല്ലാം വെക്കാനായിട്ട് പൊങ്കാല ഇടുന്ന വീട്ടിലോട്ട് പോവാണ്. എനിക്ക് പ്രാവശ്യം നല്ല ഒരു ഭാഗ്യമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് പൊങ്കാല ഇടുമ്പം എനിക്ക് അമ്പലത്തിന് തൊട്ടടുത്ത് പൊങ്കാല ഇടണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് കാണുമ്പം അമ്പലത്തിൻ്റെ അടുത്തുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. പക്ഷെ അമ്പലത്തിൽ വരുന്നവർക്ക് മനസ്സിലായത് അമ്പലത്തിന് തൊട്ടടുത്തുള്ള വീടാണ് കേട്ടോ. അതിനുള്ള ഒരു എനിക്കെന്തോ ഭയങ്കര ഭാഗ്യമായിട്ടാണ് തോന്നിയ ഒരു ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് അമ്പലത്തിൻ്റെ ഒരു 3-4 വീട് ഇപ്പറയാണ് പൊങ്കാല ഇടാനുള്ള ഭാഗ്യം ഉണ്ടായത്. അതെനിക്ക് എന്തോ ആദ്യമായിട്ട് ഇടുമ്പം അങ്ങനെ ചെയ്യണം എന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അങ്ങനെ ഒരു അനുഗ്രഹത്താൽ അങ്ങനെ കിട്ടി. ഇനി നിങ്ങൾ കുറച്ചു നേരം ആ അമ്പലത്തിന് ചുറ്റിനുമുള്ള കുറച്ച് ഉത്സവ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വാ.
എങ്ങനെ ഉണ്ടായിരുന്നു ഉത്സവ കാഴ്ചകൾ? ഇഷ്ടപ്പെട്ടോ? നല്ല തിരക്കല്ലേ, കണ്ടിട്ട് തന്നെ മനസ്സിലായില്ലേ? പക്ഷെ അത് കാണാൻ തന്നെ എന്ത് രസമല്ലേ ആ ഉത്സവ സമയത്ത്. തിരുവനന്തപുരം ചുറ്റി മുഴുവൻ ആ ഉത്സവത്തിന്റെ ഒരു ഇങ്ങനെ ഫുള്ള് കടകള്, അങ്ങനെ ആകെ ഒരു ബഹളമാണ്. ചേച്ചി ആദ്യമായിട്ടാണോ? ചേച്ചിയുടെ ഫസ്റ്റ് ആറ്റുകാൽ പൊങ്കാലയാണ്. രാത്രി ആകുമ്പോഴത്തേക്കും കണ്ടോ സിറ്റി ഫുള്ള് ലൈറ്റുകൾ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ ദേവി, അങ്ങനെ പല 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 ദൈവത്തിൻ്റെ ഇങ്ങനെ രൂപങ്ങൾ ലൈറ്റ് വെച്ചിട്ട് ഫുള്ള് ലൈറ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് ശരിക്കും തിരുവനന്തപുരംകാരിയാണെങ്കിലും ആദ്യമായിട്ടാണ് ആ ആറ്റുകാൽ പൊങ്കാല സമയത്ത് ട്രിവാൻഡ്രത്ത് ഇങ്ങനെ ഒരു 25 വർഷങ്ങൾക്ക് ശേഷം കേട്ടോ. പണ്ട് ചെറുതായിരുന്നപ്പോൾ ഉണ്ടായിരുന്നു, പക്ഷെ അന്നൊന്നും ഇത്ര ലൈറ്റൊന്നും എനിക്ക് എൻ്റെ ഓർമ്മയിലില്ല. ഞാൻ അമ്മയെ അസിസ്റ്റ് ചെയ്യാൻ പോവാറുണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പൊങ്കാലിടാൻ വരുന്നത്. വ്രതമൊന്നും അങ്ങനെ നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ ചുമ്മാ അമ്മയുടെ കൂടെ സൈഡിൽ നിൽക്കും, പിന്നെ പപ്പയും ഞാനും കൂടെ അത് കഴിഞ്ഞ് എവിടെയെങ്കിലും പുറത്ത് പോയി നോൺ വെജൊക്കെ കഴിക്കും. അങ്ങനെ എനിക്ക് ആ സമയത്ത് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. ഇതിപ്പം ഞങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുടെ തലേന്ന് വെളുപ്പൊരു 5 മണിക്ക് തൊഴാൻ ചെന്നപ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കേട്ടോ. രാവിലെ 5 മണിക്ക് അധികം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ഞാൻ ചേച്ചിയും കൂടെ പോയതാ. ഇത് കണ്ടോ, തിരക്ക് കണ്ടോ? 5-5:15 ഞങ്ങൾ എത്തി. ഓട്ടോയിലാണ് പോയത്. അസല് തിരക്ക്, ജാം പാക്ഡ് എന്ന് പറയുന്ന പോലെയാണ് ക്യൂ. 5 മണിക്കൂർ ക്യൂ നിന്നു ഞാനും ചേച്ചിയും കൂടെ. നല്ല അസല് ക്യൂ. എന്നിട്ട് 9:30 എങ്ങാണ്ടാ തൊഴുത ഞങ്ങൾ. പക്ഷെ ഭയങ്കര ഒത്തിരി പേര് എൻ്റെ മുമ്പിൽ വെച്ച്, ഞങ്ങളുടെ മുമ്പിൽ വെച്ച് 4-5 പേര് തല ഇറങ്ങി വീഴുക, ആംബുലൻസിൽ കൊണ്ടുപോവുക. ശരിക്കും ഞങ്ങൾ പറഞ്ഞു ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഒരു സ്റ്റാമ്പേഡ് ഇല്ലാതെ അവിടെ തൊഴാൻ പറ്റിയത്. അത്രയ്ക്ക് തിരക്കായിരുന്നു. അയ്യോ, എത്ര പേര്, പകുതി പേര് കുറേ പേര് മതി തൊഴുന്നില്ല എന്ന് പറഞ്ഞ് ക്യൂയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ പോവുക. അത്രയും ക്രൗഡായിരുന്നു അവിടെ. ശരിക്കും അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് തൊഴാൻ പറ്റും. അവിടെ ചെന്നപ്പോൾ നന്നായിട്ട് തൊഴാൻ പറ്റി, നന്നായിട്ട് കാണാൻ പറ്റി. അത് ഭയങ്കര നല്ല പച്ചക്കല്ല് മാലയൊക്കെ ഇട്ടാണ് ദേവി എന്ന് കണ്ടത്. നല്ല രസമായിരുന്നു. ഇന്ന് വൈകുന്നേരം അമ്മ പരിപ്പാടി ഉണ്ടാക്കിയതാണ് മുമ്പേ കണ്ടത്. ഇത് പൊങ്കാലയുടെ ദിവസം രാവിലെ ഞങ്ങൾ ഇങ്ങനെ അടുപ്പൊക്കെ കൂട്ടാനായിട്ടെല്ലാം ഞാൻ പറഞ്ഞ അമ്പലത്തിന് 3-4 ഇപ്പറയാണ്. അപ്പം നിങ്ങൾക്ക് അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കാം. ഞങ്ങൾ 5 മണിയായപ്പം അവിടെ അടുത്ത് വരെ വണ്ടിയൊന്നും വിടത്തില്ല. അപ്പോൾ ഓട്ടോയിൽ തന്നെ കുറേ നടന്നു കേട്ടോ. സാധനങ്ങളൊക്കെ പിടിച്ചു. അമ്മയുടെയൊക്കെ ഞാനും ചേച്ചിയും കൂടെ പിടിച്ചു. അമ്മയ്ക്ക് അത്രയും നടക്കാനല്ലേ വരുള്ളൂ, വെയിറ്റൊന്നും പിടിച്ച് നടക്കാൻ പറ്റത്തുള്ളൂ. ഞാനും ചേച്ചിയും കൂടെ തന്നെയാണ് സാധനങ്ങളൊക്കെ പിടിച്ചു. അപ്പം കുറേ ദൂരം നടന്നു. അതുകൊണ്ട് 5 മണിക്ക് ഞങ്ങളിങ്ങനെ വന്നു. അപ്പം നേരെ ഒന്ന് വെളുത്തപ്പോഴത്തേക്കും എല്ലാം എടുത്തുനിന്ന് വെക്കുവാണ്. അപ്പം എനിക്കൊരു 6 മണി 7 മണി ആയപ്പോൾ ഒരു തോന്നലെങ്കിൽ കുറേ നേരമായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തെരളിയൊക്കെ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് ഞാൻ ചേച്ചിയോട് ഇങ്ങനെ കുറേ നേരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക മണ്ടപ്പുറ്റ് ഉണ്ടാക്കായാലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു എന്നാൽ പിന്നെ നിഷ നമുക്ക് പോയി തപ്പാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോയി പാത്രവും സാധനങ്ങളും പെട്ടെന്നുണ്ടായ ഐഡിയയിൽ മണ്ടപ്പുറ്റുണ്ടാക്കി. പക്ഷെ പയറ് പൊടിച്ചതില്ല, ബാക്കി എല്ലാം വെച്ചിട്ട് മുട്ടുപൊടിയും ശർക്കരയും ഒക്കെ മേടിച്ച് മണ്ടപ്പുറ്റ് വേഗം ഉണ്ടാക്കി. തേങ്ങ തിരുമ്മി പായസത്തിന് കൊണ്ടതിൽ നിന്ന് എടുത്ത് അതൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഭയങ്കര സന്തോഷമായിരുന്നു ഇതെല്ലാം ചെയ്തപ്പോൾ. പായസം ഒക്കെ ഇതെല്ലാം നന്നായിട്ട് വന്നു. പക്ഷെ എല്ലാം കേട്ടോ ഭയങ്കര എന്താ എനിക്ക് പറയാനറിയില്ല. നമുക്ക് അവിടെ നിന്ന് ചെയ്തപ്പോഴത്തേക്ക് ഒരു ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നല്ല രസമായിട്ട് ഇത് മണ്ടപ്പുറ്റിൻ്റെയാണ്. എല്ലാം ഭയങ്കരമായിട്ട് അടിയിലൊരു അടപ്പൊക്കെ വെച്ചിട്ട് അകത്തൊരു പാത്രമൊക്കെ വെച്ചിട്ട് എല്ലാം നല്ലതായിട്ട് ചെയ്യാൻ പറ്റി. അമ്പലത്തിൽ നിന്ന് തന്നെ തളിക്കാൻ വരുന്നത് ഇപ്പം കാണാൻ പറ്റും. അമ്പലത്തിൽ നിന്ന് തൊട്ടടുത്തായിട്ട് 1:15 തളിക്കാൻ പോകുന്നത്. ഞാനും ചേച്ചിയും തളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുവരെ ഞങ്ങൾ ജസ്റ്റ് വെള്ളവും ഒക്കെ കുടിച്ചതേ ഉള്ളൂ, ആഹാരമൊന്നും കഴിച്ചില്ല. തളിച്ചു കഴിഞ്ഞാൽ നിവേദ്യം തന്നെ ആദ്യം കഴിക്കാമെന്ന് വിചാരിച്ചു. ഇത് അമ്പലത്തിൽ നിന്ന് ഡയറക്റ്റ് തളിക്കാൻ വരുന്ന കേട്ടോ. എൻ്റെ മണ്ടപ്പൂറ്റിൽ വന്ന് തന്നെ ആ പൂക്കലിടപ്പോൾ എന്തോ ഒരു ദേവിയുടെ അനുഗ്രഹം ഡയറക്റ്റായിട്ട് കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു. ശരിക്കും അന്നത്തെ ദിവസം ഫുള്ളൊന്നും കഴിക്കാതിരുന്നിട്ട് ഒട്ടും തന്നെ ക്ഷീണം തോന്നില്ല. ഞാൻ ചേച്ചിയോട് പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അത് ഈ നോമ്പ് നോക്കുന്നവർക്കൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു ഫീലിംഗ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നല്ല എനർജറ്റിക് ആയിട്ട് രാവിലെ തൊട്ട് നിന്ന് അതെല്ലാം ചെയ്യാനും പറ്റി. പിന്നെ തിരിച്ച് കുറേ ദൂരം നടക്കേണ്ടി വന്നു. എന്നാലും നല്ലൊരു ദിവസമായിരുന്നു. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും ആറ്റുകാൽ അമ്മയുടെ അനുഗ്രഹം എന്ന് തന്നെ പറയാം. അപ്പം വീഡിയോ നിങ്ങൾക്കും ഒരു ആറ്റുകാൽ പൊങ്കാലയുടെ എക്സ്പീരിയൻസ് മുന്നോട്ട് എത്തിക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വെന്തിട്ടൊക്കെ ഉണ്ട്. മണ്ടപ്പുട്ട്